ഹലോ, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ചോദിക്കാനൊരു കാരണമുണ്ടല്ലേ? അതെ, നമുക്കറിയാം, നമ്മളിപ്പോൾ ഒന്നാമത് കോവിഡ് പോലൊരു മഹാമാരിയുടെ നടുവിലാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ പല മറ്റ് രോഗങ്ങളും വരുന്നുണ്ട്. നമ്മളിപ്പോൾ ടി വിയിലൊക്കെ അടുത്ത കാലത്ത് നന്നായിട്ട് കേൾക്കുന്നൊരു രോഗമുണ്ട്, ബ്ലാക്ക് ഫംഗസ്. പല സ്റ്റേറ്റും അവരുടെ നോട്ടിഫയബിൾ ഡിസീസിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ ജാഗ്രത പാലിക്കേണ്ട അസുഖങ്ങളാണ് എന്ന് പറയുന്നു ബ്ലാക്ക് ഫംഗസിനെ കുറിച്ച്. എന്താണ് ഈ ബ്ലാക്ക് ഫംഗസ്? അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവർക്കും 5WH മലയാളം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ വാട്ട്, വെൻ, വെയർ, വൈ, ഹൂ ആൻഡ് ഹൗ എന്ന രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ബ്ലാക്ക് ഫംഗസിനെ കുറിച്ചാണ്. നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ഈ ബ്ലാക്ക് ഫംഗസ്. ഇപ്പോൾ വന്ന് നമ്മുടെ കേരളത്തിലും ബ്ലാക്ക് ഫംഗസിൽ പല സ്ഥലങ്ങളിലും കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ നമ്മൾ അറിയേണ്ടത് എന്താണ് ബ്ലാക്ക് ഫംഗസ്. ബ്ലാക്ക് ഫംഗസ് എന്താണെന്ന് അറിയുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് ഫംഗസ് എന്നാണ്. ഫംഗസ് നമ്മുടെ ഒരു 400-600 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂമിയിലുണ്ട്. ബേസിക്കലി ഫംഗസ് ഒരു ജീവനുള്ള കോശം തന്നെയാണ്, ഒരു ലിവിങ് സെല്ലാണ്. ഫംഗസിനെ പല രീതിയിലേക്കൊക്കെ തിരിച്ചിരിക്കുന്നു. മൈക്രോസ്കോപ്പി ഫംഗസ്, മാക്രോസ്കോപ്പി ഫംഗസ് എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിരിക്കുന്നു. ഒരു മാക്രോസ്കോപ്പി ഫംഗസിനൊക്കെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമ്മുടെ മഷ്റൂമൊക്കെ ഒരു മാക്രോസ്കോപ്പിക് ഫംഗസ് ആണ്. അതുപോലെ ഒരു മൈക്രോസ്കോപ്പി ഫംഗസ് ആണെങ്കിൽ നമ്മുടെ ബ്രെഡിലൊക്കെ പറ്റിയിരിക്കുന്ന പൂപ്പൽ നമുക്ക് കാണാൻ പറ്റില്ല. അതൊരു വലിയ രീതിയിലായാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഓരോന്നായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിന് മൈക്രോസ്കോപ്പിക് അഥവാ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ മാത്രം കാണാൻ കഴിയുന്ന ടൈപ്പ് ഫംഗസ് എന്നറിയപ്പെടുന്നത്. ഫംഗസിന് ഒരു ഗുഡ് സൈഡുമുണ്ട്, ഒരു ബാഡ് സൈഡുമുണ്ട്. അഥവാ ഒരു നല്ല വശമുണ്ട്, ഒരു ദോഷവശമുണ്ട്. നല്ല വശങ്ങൾ നമുക്ക് നന്നായിട്ട് ഉപകാരപ്പെടുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പ്ലാന്റ്സിനെയൊക്കെ ഡീകമ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ മരിച്ചുപോയ ബോഡീസ്, അല്ലെങ്കിൽ ആനിമൽസൊക്കെ ആണെങ്കിൽ അതിനെ ഡീകമ്പോസ് ചെയ്യുക എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഫംഗസ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സിലെ ന്യൂട്രിയൻസിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുക, അതുപോലെ നമ്മുടെ എയറിൽ നൈട്രജൻ, ഓക്സിജൻ അതിൻ്റെയൊക്കെ തോത് കൺട്രോൾ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ ഫംഗസ് വലിയൊരു പങ്ക് വഹിക്കുന്നത് തന്നെയാണ്. അതൊക്കെ അതിൻ്റെ ഒരു നല്ല വശങ്ങളാണ്. നമുക്കതുകൊണ്ട് ഫംഗസ് ഒരു നല്ലതാണ് എന്ന് മാത്രം പറയാൻ പറ്റുമോ? ഫംഗസിൻ്റെ ഒരു ദോഷവശങ്ങളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ അവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ബ്ലാക്ക് ഫംഗസ് അഥവാ മ്യൂക്കോർ മൈക്കോസിസ് എന്നറിയപ്പെടുന്ന ബ്ലാക്ക് ഫംഗസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പല സ്റ്റേറ്റും അവരുടെ നോട്ടിഫയബിൾ ഡിസീസസ്, ഇപ്പോൾ തെലങ്കാന പോലുള്ള സ്റ്റേറ്റൊക്കെ ആണെങ്കിൽ അവരുടെ എപ്പിഡമിക് ആക്റ്റിൽ നോട്ടിഫയബിൾ ഡിസീസിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ബ്ലാക്ക് ഫംഗസിന്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും ജാഗ്രത പാലിക്കേണ്ട രോഗങ്ങളുടെ കൂട്ടത്തിലേക്ക് ബ്ലാക്ക് ഫംഗസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ബ്ലാക്ക് ഫംഗസ്? ഞാൻ പറഞ്ഞ പോലെ ഫംഗസിൽ നിന്ന് വരുന്ന അതിൻ്റെ ഒരു വെറൈറ്റിയാണ് ബ്ലാക്ക് ഫംഗസ്, മ്യൂക്കോർ മൈക്കോസിസ് എന്നറിയപ്പെടുന്നു. ബ്ലാക്ക് ഫംഗസ് ഭയങ്കര ഒരു റെയർ അസുഖമാണ്. പക്ഷേ നമ്മൾ കൊറോണ പോലെയുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൊറോണ നമുക്കൊരു പുതിയ രോഗമായിരുന്നു. ആർക്കും അറിയില്ലായിരുന്നു കൊറോണയെക്കുറിച്ച്. അത് വന്നതിന് ശേഷമാണ് നമ്മളെല്ലാം അതിനെക്കുറിച്ച് അറിഞ്ഞത്. ആരായാലും ലോകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാവരും, ചൈനയുടെ കാര്യം നമ്മളിവിടെ പരാമർശിക്കപ്പെടുന്നില്ല, അല്ലാതെ വരികയാണെങ്കിൽ ലോകത്ത് അറിയാവുന്ന ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് റിപ്പോർട്ട്സ് പറയുന്നത്. എന്നാൽ ബ്ലാക്ക് ഫംഗസിൻ്റെ കേസ് അങ്ങനെയല്ല. അത് ഒരു പുതിയ രോഗമൊന്നുമല്ല, പഴയ രോഗം തന്നെയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അത് ഇപ്പോൾ വലിയ തോതിൽ സ്പ്രെഡ് ആവുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ് നമ്മുടെ ഈ എപ്പിസോഡിൽ. അപ്പോൾ അതൊരു റെയർ രോഗമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ 100,000 വെറും 1-10 ആളുകൾക്ക് മാത്രം വരുന്ന ഒരു ഭയങ്കര റെയർ രോഗമാണ്. എന്നാൽ അതിനെ കൂടുതൽ പ്രശ്നകാരിയാക്കുന്നത് അതിൻ്റെ ഒരു മരണ തോതാണ്, അപ്പോൾ ഒരു മോർട്ടാലിറ്റി റേറ്റാണ്. മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ അത് ഓൾമോസ്റ്റ് 50% ആണ്. എന്ന് വെച്ചാൽ 10 പേർക്ക് വന്നാൽ 5 പേര് മരിക്കും എന്നുള്ള രീതിയിലേക്കാണ് അതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് റിപ്പോർട്ട്സ് പ്രകാരം. എന്നാൽ ഇതെങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മുറിവുകളിൽ കൂടെയൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്. എന്നാൽ കൂടുതൽ അപകടകരമായി വരുന്നത് ഇത് നമ്മുടെ മൂക്കിൽ കൂടെ സ്പ്രെഡ് ആകുമ്പോഴാണ്. അതുപോലെ മൂക്കിൽ കൂടെ ഇതിൻ്റെ ഫംഗസ് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിലേക്കും അതിൽ നിന്ന് കണ്ണിലേക്കും വായിലേക്കും ജോ ബോൺസിലേക്കും ലങ്സിലേക്കും ഒക്കെ സ്പ്രെഡായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനെ ഒരു റൈനോസ് ഓർബിറ്റൽ സെറിബ്രൽ മ്യൂക്കോ മൈക്കോസിസ് എന്നൊരു രീതിയിലേക്ക് എത്തുന്നു. അവിടെ നമ്മുടെ സൈനസ് അഥവാ നമ്മുടെ മുഖത്തിൻ്റെ ഫ്രണ്ട് പാർട്ടിലേക്കൊക്കെ സ്പ്രെഡ് ആവുന്നതിനെ കുറിച്ചാണ് ഇങ്ങനെ വലിയ തോതിൽ പ്രശ്നം വരുന്നത്. അപ്പോഴാണ് നമ്മൾ കാണുന്ന പിക്ചേഴ്സിലൊക്കെ നമ്മൾ കണ്ട പോലെ കണ്ണ് റിമൂവ് ചെയ്യുക, നമ്മുടെ ജോ ബോൺസൊക്കെ റിമൂവ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ അത് മാറുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ ഒരാളുടെ കണ്ണ് റിമൂവ് ചെയ്തൊക്കെ നമ്മുടെ കണ്ടതാണ് വാർത്തകളിൽ കൂടെ. അതിനൊക്കെ കാരണം ഇത് ആ ഒരു മൂക്കിൽ കൂടെ സ്പ്രെഡായി, ആ ഒരു സൈനസ് റീജിയനിൽ സ്പ്രെഡായി ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നത് കൊണ്ടാണ്. എന്നാൽ എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കേണ്ടത്. നമ്മൾ നോക്കുമ്പോൾ ഇത് പല സ്ഥലങ്ങളിലും ഉണ്ട്. ഫംഗൽ ഇൻഫെക്ഷൻസ് നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടൊന്നുമില്ല. ഫംഗൽ ഇൻഫെക്ഷൻസ് ഓൾറെഡി ഉണ്ട്. ഫംഗസ് പല സ്ഥലങ്ങളിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ബ്രെഡ് ആയാലും അല്ലെങ്കിൽ ചീഞ്ഞു പോയ അല്ലെങ്കിൽ നശിച്ചു പോയ പല ഫുഡ് വസ്തുക്കളിലും, ഇപ്പോൾ പ്ലാന്റ്സിലായാലും ആനിമൽസിലായാലും ഒക്കെ ഫംഗസ് വന്ന് നമ്മൾ പോയിരിക്കുന്നതൊക്കെ നമ്മൾ ഒരുപാട് കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് സ്പ്രെഡ് ആവുന്നു എന്നുള്ളതിനാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്.
ഓൾറെഡി ഫംഗൽ എഫക്റ്റ് ചെയ്യുന്ന അഥവാ ഫംഗസ് എഫക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആളുകളുണ്ടായിരുന്നു. അതായത് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കുന്നവരെയാണ് ഫംഗസ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. അതുപോലെ സ്റ്റിറോയിഡ്സ് എടുക്കുന്നവരെയും കൂടുതലായിട്ട് ഫംഗസ് എഫക്റ്റ് ചെയ്യും. ഇതിന് കാരണം ഇമ്മ്യൂണിറ്റി ഇല്ലായ്മ തന്നെയാണ്. അഥവാ ഇമ്മ്യൂണിറ്റി മറ്റുള്ളവരിൽ നിന്നും കുറഞ്ഞിരിക്കുക, അഥവാ അതിന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇമ്മ്യൂണിറ്റി കുറവുള്ളവരെയാണ് ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഡയബറ്റീസ് പേഷ്യൻസിലൊക്കെ ആണെങ്കിൽ അവരുടെ ഷുഗർ ലെവൽ ഭയങ്കരമായി കൂടിക്കഴിഞ്ഞാൽ ഇതിന് വളരാനുള്ള സാധ്യത കൂടുതലാണെന്നും അതുകൊണ്ട് തന്നെ അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണെന്നും ഇതിന് വളരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് അവരിലേക്ക് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. അതുപോലെ തന്നെയാണ് ക്യാൻസർ രോഗികൾക്ക് അവരുടെ പലതരം മെഡിസിൻസ് എടുക്കുന്നത് കൊണ്ട് അവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള കാരണവും കൂടുതലാണ് എന്നൊക്കെ പറയപ്പെടുന്നു. മറ്റൊരു നമ്മുടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തവർ നമുക്കറിയാം, അവർ പലതരം ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് എടുക്കും, അഥവാ മെഡിസിൻസ് എടുക്കും. അതായത് ഇമ്മ്യൂണിറ്റി കുറച്ച്, കാരണം നമുക്കറിയാം മറ്റൊരു രോഗം അല്ലെങ്കിൽ മറ്റൊരു ഓർഗൻ നമ്മുടെ ബോഡിയിലേക്ക് വന്നാൽ നമ്മുടെ ബോഡി അതിനെ പ്രതിരോധിക്കുകയും അതിനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി, അഥവാ അത് നമ്മുടെ ബോഡിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പലതരം ഇമ്മ്യൂണിറ്റി കുറച്ചാണ് അതിനെ എടുക്കുന്നത് എന്നുള്ള രീതി നമുക്കറിയാം. അതുകൊണ്ട് അവരും പലതരം ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യാനുള്ള ഡ്രഗ്സ് എടുക്കുന്നതുകൊണ്ട് അഥവാ മെഡിസിൻസ് എടുക്കുന്നത് കൊണ്ട് അവരിലേക്കും ഇത് പകരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ ഇതുവരെയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നവരാണ്, പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് ഇത് വലിയ തോതിൽ വളരുന്നു അല്ലെങ്കിൽ ഒരു വാർത്തയാകുന്നു, പലതരം സ്റ്റേറ്റുകൾ ഇതിനെ കൺട്രോൾ ചെയ്യണമെന്ന് വലുതായി ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് കൊറോണയാണ് കാരണം. കാരണം കൊറോണ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ O2 ലെവൽ, അതായത് നമ്മുടെ ഓക്സിജൻ ലെവൽ വളരെ കുറയും. അതിന് കാരണമായി നമുക്ക് ലങ്ങിൽ ഇൻഫ്ലമേഷൻ വരും. ലങ്സിൽ ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റിറോയിഡ്സ് എടുക്കും. അങ്ങനെ സ്റ്റിറോയിഡ്സ് എടുത്ത് കഴിയുമ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മുടെ ബോഡിയിൽ വലുതായി ഇമ്മ്യൂണിറ്റി കുറയുക ഉണ്ടാവും. അങ്ങനെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതാണ് ഇപ്പോൾ കൊറോണയുടെ സമയത്ത് ഇത് വളരെ സ്പ്രെഡ് ആവുകയും ഇത് വലിയൊരു വാർത്തയാവുകയും ചെയ്യുന്നത്. കാരണം കൊറോണ വന്നിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ തോതിൽ ആളുകളിലേക്ക് സ്പ്രെഡ് ആവുന്നത് കാരണം അവരുടെ ഇമ്മ്യൂണിറ്റി വലുതായി കുറയുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള ചോദ്യത്തിന് പല ഡോക്ടർമാർസും പറയുന്നത് നമ്മുടെ കൊറോണയ്ക്ക് നമ്മൾ എടുക്കുന്ന മെഷേഴ്സ് പോലെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒന്നുമല്ല. പക്ഷേ കാരണം സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ല എന്ന് പറയാനുള്ള കാരണം നമുക്കറിയാം ഇത് കൊറോണ പോലെ അത്രയൊരു വൈഡ് സ്പ്രെഡായിട്ട് വരാത്തതിന് കാരണം ഇതിന് ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഇല്ല എന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് പകരില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള നമ്മുടെ റിപ്പോർട്ട്സ്. ഇതുവരെ നമുക്ക് ലഭ്യമായ അറിവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഗവൺമെൻറ് ഉൾപ്പെടെ പറഞ്ഞു ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് പകരില്ല, അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഇത് കൊറോണ പോലെ അത്ര വലിയ രീതിയിൽ നമുക്ക് ഭീതി പടർത്തി ആളുകളിലേക്ക് പ്രശ്നമുണ്ടാക്കാത്തത്. പക്ഷേ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത പല കാര്യങ്ങളുമുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മണ്ണിൽ തന്നെ ഇതുണ്ട് ഫംഗസ്. ഇപ്പോൾ നമ്മൾ മണ്ണിലായാലും നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം വളങ്ങളിലായാലും പ്ലാന്റ്സിലിടുന്ന വളങ്ങളിലായാലും ഒക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ് അതിൽ ഉണ്ടാവാം. അതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അഥവാ നമ്മൾ അതുമായി കോൺടാക്റ്റിൽ വരുമ്പോൾ അതിൽ നിന്നുമൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ നമ്മളിലേക്ക് പകരാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി കുറഞ്ഞവർ അഥവാ ഇമ്മ്യൂണിറ്റി സപ്രസ്ഡ് ആയിട്ടുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ചെല്ലരുത് അഥവാ പോകരുത്, അതുമായൊന്നും കോൺടാക്റ്റ് വരരുത് എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. എന്നാൽ നമുക്കറിയാം ഇത് മാറ്റിവെക്കാൻ പറ്റാത്ത പലരുമുണ്ട്. ഇപ്പോൾ മണ്ണിലൊന്നും വർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മൾ കർഷകരിലേക്കൊന്നും നമുക്കത് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളതിനെ കൂടുതലായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് എടുത്ത് നമ്മൾ ഗ്ലൗസ് പോലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് നമ്മളെ ബോഡി കവർ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു കോൺടാക്റ്റ് വരാതിരിക്കാനുള്ള രീതിയിലുള്ള മെഷേഴ്സ് എടുത്ത് നമ്മൾ മുമ്പോട്ട് പോകേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ കൊറോണയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം വളരെ തോതിൽ ഡൗൺഫോൾ ചെയ്തിരിക്കും, അഥവാ വളരെ തോതിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം കുറവായിരിക്കും. ആ സമയത്തൊന്നും ഇത്തരമുള്ള ഫംഗൽ ഇൻഫെക്ഷൻസുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്കൊന്നും കോൺടാക്റ്റിൽ വരാതിരിക്കുക. ഇനി നമുക്കിതിൻ്റെ ഒരു സിംറ്റംസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഫേസ് സ്വെല്ലിങ് അല്ലെങ്കിൽ ഡബിൾ വിഷൻ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ സിംറ്റംസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നോസിൽ ഒരു ബ്ലാക്ക് ഡോട്ട് വരിക അല്ലെങ്കിൽ ടീത്ത് പെയിൻ, ചെസ്റ്റ് പെയിൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ സിംറ്റംസ് മാത്രമാണ്. അപ്പോൾ ഗൂഗിളിലായാലും നമ്മൾ വിക്കിപീഡിയയിലായിട്ടൊക്കെ നമ്മൾ സിംറ്റംസ് നോക്കിക്കഴിയുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ലൈക്ക് ഡോണ്ട് ഗൂഗിൾ യുവർ ഡിസീസ് എന്ന്. അപ്പോൾ നമ്മുടെ ഡിസീസ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോൾ അതിൽ പലതരം സിംറ്റംസ് കാണിക്കും. അപ്പോൾ ഈ സിംറ്റംസ് ചിലപ്പോൾ ആ ഡിസീസിൻ്റെ തന്നെ ആവണമെന്നില്ല, ഇതേ സിംറ്റംസ് വേറൊരു ഡിസീസിൻ്റെ ആവാം. അപ്പോൾ ഇത് ബെസ്റ്റ് മെഷർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡോക്ടറിനെ കാണുക എന്നുള്ളതാണ്. ഈ ഒരു ബേസിക് സിംറ്റംസ് ഒക്കെ നമുക്കൊരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കാണുക, അല്ല നമ്മൾ സ്വയം ട്രീറ്റ് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെഷർ. അപ്പോൾ ഇത്തരം കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ ഡോക്ടറിനെ കണ്ട് എന്താണ് ഇതിൻ്റെ മെഷർ എന്ന് നമ്മൾ ഈ ബേസിക് സിംറ്റംസ് ഒക്കെ വെച്ച് നമുക്കൊരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഡോക്ടറിനെയൊക്കെ കണ്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ആ ഒരു പ്രിസ്ക്രിപ്ഷന് വിധേയമാവുക എന്നുള്ളതാണ്. എന്നാൽ ഇത് കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ ലാബ് ടെസ്റ്റ്, ടിഷ്യൂ ബയോപ്സി, CT സ്കാൻ പോലുള്ള കാര്യങ്ങളാൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഇമ്മ്യൂണോ മോഡുലേറ്റിംഗ് ഡ്രഗ്സ് അഥവാ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ മോഡുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറയ്ക്കുന്ന ഡ്രഗ്സ് എടുക്കുന്നവർ, മെഡിസിൻസ് എടുക്കുന്നവർ, അതുപോലെ സ്റ്റിറോയിഡ്സ് എടുക്കുന്നവരൊക്കെയാണ്
കൂടുതലും ഇത് എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആൻറ്റി ഫംഗൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ സർജറി ഉണ്ട്. അപ്പോൾ പക്ഷേ നമ്മളിതിൻ്റെ ഒരു തുടക്ക ഭാഗത്തിലേക്ക് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തുടക്ക ഭാഗത്തിലേക്ക് നമ്മളിത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റി ഫംഗൽ ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്റ്സോടെ ഇത് മാറ്റിയെടുക്കാൻ കഴിയും. പക്ഷേ ഇത്തിരി കൂടെ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സർജറി, നമ്മൾ ടി വിയിലൊക്കെ കണ്ട പോലെ നമ്മളെ കണ്ണ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ജോ ബോൺ റിമൂവ് ചെയ്യുക പോലുള്ള സർജറികൾക്ക് വിധേയമാവേണ്ടി വരും. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യങ്ങളിലേക്ക് ഫസ്റ്റ് കോൺടാക്ട് വരാതിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും കോൺടാക്റ്റിൽ വരാതിരിക്കുക എന്നുള്ളതാണ്. അഥവാ കോൺടാക്റ്റിൽ വന്ന് നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള മെഡിക്കൽ പ്രിസ്ക്രിപ്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനിലേക്ക് പോവുക, അവിടെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ബ്ലാക്ക് ഫംഗസ് പോലെ തന്നെ വൈറ്റ് ഫംഗസും വരുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ഫംഗസ് ഇതിനേക്കാളും അപകടകാരിയാണെന്നും അത് ഡയബറ്റീസ് ഉള്ളവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ ഉള്ളവരിലേക്ക് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ട്സ് പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ കൂടുതലും ഇതിലേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷത്തോടെയും സമൃദ്ധിയോടെ ഇരിക്കുക എന്നുള്ളതാണ്. മോർ ഓവർ സേഫായിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളിലേക്ക് എഴുതി അറിയിക്കാം. ഇനി എഴുതി അറിയിക്കാൻ എത്രയിരുന്ന് ടൈപ്പ് ചെയ്യാനും അല്ലെങ്കിൽ എഴുതാനും ഒക്കെ ഉള്ള പാടുള്ളവർക്ക് അവരുടെ വോയിസ് മെസ്സേജസിനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ സെൻഡ് ചെയ്യാവുന്നതാണ്. മറ്റൊരു എപ്പിസോഡുമായി എത്തുന്നവരെയും എല്ലാവരും സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും സേഫായിട്ടും ഇരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ബൈ.